ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ജുഫേറിലാട്ടോ. ജുഫേറിലൊരു തട്ടുകട പരിചയപ്പെടുത്താൻ വേണ്ടി വരിക കേട്ടോ. ഈ ബഹ്റൈനിൽ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ ഏറ്റവും നല്ല സ്പോട്ട് നോക്കുകയാണെങ്കിൽ അത് ജുഫേറാണ്. GCC രാജ്യങ്ങളിൽ നിന്ന് ധാരാളം മലയാളികൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് ഈ ജുഫേറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന ആളുകൾക്കും പിന്നെ ജുഫേറിലുള്ള ആളുകൾക്കും ബഹ്റൈനിലുള്ള ആളുകൾക്കും എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു തട്ടുകട ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോട്ടോ. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു കടലിൻ്റെ പരിസരത്താട്ടോ. ഇവിടെ ധാരാളം ട്രക്ക് ഫുഡുകളുണ്ട്. ഇവിടുത്തെ ട്രക്ക് ഫുഡുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാട്ടോ. അതിനകത്ത് ഒരു മലയാളി പേര് വെച്ചിട്ട് പെർദേശ എന്നുള്ളൊരു മലയാളി തട്ടുകട കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഈ കാണുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സോടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടിയിലൊക്കെ ഇന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ 65, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, ദോശ, പുട്ട്, ഇഡ്ഡലി, പിന്നെ പറഞ്ഞൊക്കെയുള്ള ബോസ നിങ്ങൾ എന്നാ പറയും? പിടിയും കോഴി വരുന്നുണ്ട്. പിടിയും കോഴി, ബീഫ്, ഫിഷിലോ? ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ കുരുമുളക് വറുത്തരച്ച ചിക്കൻ കറി. അതായത് ഒരു തട്ട് ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കഴിക്കും ആ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവരുടെ കിച്ചനകത്ത് കയറിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ചേച്ചിയെ നമസ്കാരം. നല്ല അടിപൊളി ബീഫാണ് തോന്നുന്നു കേട്ടോ. നല്ല മണം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇതെന്താ ബീഫ് ഫ്രൈയാ? നല്ല കുരുമുളക് ഇട്ട് വരട്ടിയിട്ടുള്ള ഗംഭീര ബീഫ് ഫ്രൈ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടാതെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താ ബോസാ? സാമ്പാർ. ഫിഷ് ഏതായിരുന്നു? ഏതാ വരുന്നത്? ചെമ്പല്ലി പൊരിച്ചത്, ചെമ്പല്ലി കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ഇത് ചിക്കൻ മസാല, ബീഫിൻ്റെ ഒരു ചിക്കൻ പെരട്ട് അല്ലേ. ഈ കാണുന്നത് ചിക്കൻ പെരട്ട്. ഇതാട്ടോ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ 65. ഇതെന്താ സംഭവം? അതാണ് സ്പെഷ്യൽ പിടി. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് പിടി. ഞാനിതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പിടിച്ച് നോക്കണം ഈ സംഭവം. ഞാൻ കൂടാതെ ചിക്കൻ 65, ചിക്കൻ മസാല. ഇത് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള നെയ്പ്പത്തിൽ അല്ലേ. ഈ നെയ്പ്പത്തിലും ബീഫും ആ ചിക്കൻ്റെ കറിയൊക്കെ കൂട്ടി പിടിച്ച ഗംഭീരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ പറയാം. പിന്നെ ഉള്ളത് വെള്ളപ്പം അല്ലേ, വട്ടയപ്പം. വെജിറ്റബിൾ വേണ്ട ആളുകൾക്ക് ഈ ഗ്രീൻ പീസ് കറിയുണ്ട്. പിന്നെ നോൺ വേണമെങ്കിൽ ചിക്കൻ, ബീഫ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു റെസ്റ്റോറൻറ്റ് അല്ല കുഞ്ഞു തട്ടുകടകളിൽ. ഇത് വടകര കോഴിക്കോട് ഭാഗത്തല്ലേ ഫേമസ് ആയിട്ടുള്ള അല്ലേ? പത്തിരി ബീഫ്, പത്തിരി ചിക്കൻ, പത്തിരി വറുത്ത വെച്ച ചിക്കൻ, അത് കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് മാത്രമല്ല കേട്ടോ, ഇവർ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മളും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ അതിനെ ചെറിയ ചെറിയ കോംബോ ആക്കിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് പിടിക്കോഴി എന്ന് പറയുന്നത് അല്ലേ. ഇതിനെന്താ പറയുക? പിടി. പിടി എന്ന് പറയുന്ന സാധനം ഞാൻ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ. ബീഫ് ഫ്രൈ, ബീഫ് കറി, ബീഫ് മസാല, നല്ല അടിപൊളി അടിച്ച പൊറോട്ട കേട്ടോ. പിന്നെ അതുകൂടാതെ ഒരു പിടി നെയ്പ്പത്തിൽ ദോശ. ദോശയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ദോശയും ചട്നി സാമ്പാർ സെറ്റ് കോംബോ ആണ്. അത് 500 റുപ്പീസ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ സെറ്റും 500 റുപ്പീസ്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം 1 ദിനാറ് 1300, 1200 ആ ഒരു പ്രൈസിൽ തന്നെ വരുന്നു കേട്ടോ. നോർമലി ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന സെയിം പ്രൈസ്. വലിയൊരു എക്സ്പെൻസീവ് അല്ല, പറ്റ അഫോർഡബിൾ അല്ല, എന്നാലും നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്നു. ഇതെങ്ങനെയാണ് കഴിക്കുക മക്കൾക്കാ? ഇതിങ്ങനെ പിടിക്കുക, കുറച്ച് ബീഫിൻ്റെ കറി അക്കിയും കൊന്നിട്ട് സെറ്റ്. ഇതൊന്നും ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര എന്താ പറയുക, സ്പൂൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. നമ്മളൊരു ആവേശത്തിൽ എടുത്തു പോയി. ആ കൊള്ളാം. ഈ സാധനം നമ്മൾ കുഞ്ഞുപത്തിൽ കഴിക്കില്ലേ, ആ സെയിം ഒരു ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ആ ഒരു പിന്നെ കുഞ്ഞുപത്തിൽ നമുക്ക് മസാലയും കൂടെ മിക്സായിട്ട് കിട്ടും. ഇത് സെപ്പറേറ്റ് എടുത്തില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡ് പോലെ.
ഇതും വെക്കുക. അപ്പോൾ നമ്മൾ പിടി തന്നെ പരീക്ഷിക്കുക. അപ്പോൾ ഓരോന്നിൽ കുറേ ആയി പിടി. അടുത്തായിട്ട് പൊറോട്ട ഒന്ന് പിടിച്ചോ കേട്ടോ. പൊറോട്ട ഇല്ല, നാട്ടിൽ കിട്ടുന്ന സെയിം സാധനം. ഫ്ലൈറ്റിൽ വന്നോളി, കുഴപ്പമില്ല, നഷ്ടം ഉണ്ടാവില്ല. പൊറോട്ടയും ബീഫ് ഫ്രൈയും. പൊറോട്ട പിടിക്കാം, ബീഫിൻ്റെ മസാല, അങ്ങനെയല്ലേ പരീക്ഷിക്കാം. ബീഫ് ഫ്രൈ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. മസാല നല്ല സെറ്റാ അല്ലേ? സൂപ്പർ സംഭവം. ബീഫിൻ്റെ റോസ്റ്റ് ഒന്ന് പിടിച്ചാൽ കേട്ടോ. ഇപ്പം കഴിക്കുന്ന ആളുകളിൽ നിന്ന് കൂടുതൽ റിവ്യൂ ഉള്ള സാധനം കേട്ടോ. അല്ല കിംക അഫുൽക്ക? അതെ, അടിപൊളി. എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞ സാധനം. ബീഫ് റോസ്റ്റും പൊറോട്ടയും. എന്തൊക്കെ പറഞ്ഞാൽ പൊറോട്ട ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. നല്ല പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വന്നോളി പർദേശയിലേക്ക്. ഇങ്ങോട്ട് വരുന്ന ആളുകൾ മസ്റ്റായിട്ടും പൊറോട്ടയും ബീഫിൻ്റെ മസാലയും, ഇതിനെന്താ പറയുക, ബീഫ് റോസ്റ്റ്, ഇത് റോസ്റ്റാ, ബീഫ് റോസ്റ്റും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളി. പൈസ വേസ്റ്റ് ആവില്ല. ഇതിന് ഏകദേശം ഒരു 1.5 to 3 ഉള്ളിലേ വരും തോന്നുന്നുണ്ടോ. ദോശ, നല്ല ചട്ടിനി. പൊതുവെ നമ്മളെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യമാണ്, സാമ്പാർ ഞാൻ കൂട്ടലില്ല. സാമ്പാർ നിന്നത് ഞാൻ കുറച്ച് ദൂരെയാണ്. ദോശയും ചട്നി, ഒരു നോർമൽ ചട്നി കേട്ടോ. ചായ വേണ്ടി വരും കുറച്ച് മിനിറ്റ്. പിന്നെതാ ഇതൊരു ചമ്മന്തി, ചട്നിയല്ല ചമ്മന്തി. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സമാവർ ചായയൊക്കെ കിട്ടും. ചായയൊക്കെ കുടിച്ചിട്ട് കാറ്റും കൊണ്ട് നല്ല ജാളിയായിട്ട് പുറത്തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.